ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ത്രീ ഫേസ് നമ്മുടെ ഡി ബിയിൽ വെക്കുന്ന RCCBയും ELCB ഐസൊലേറ്ററും ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഐസൊലേറ്റർ ആണ്, ഫോർ പോൾ ഐസൊലേറ്റർ ആണ്. അതായത് 3 ഫേസും ഒരു ന്യൂട്രലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഐസൊലേറ്റർ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് RCCB ആണ്, ഇത് അതുപോലെ തന്നെ 4 പോൾ ആണ്. ഇതിൻ്റെ ആംബിയറും കാര്യങ്ങളും നമ്മൾ MRP നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ MRP വരുന്നത് 3400 സംതിങ് ആണ് വരുന്നത്. 63 ആംബിയർ ആണ് വരുന്നത്, 30 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ MRP ഒന്ന് നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 880 രൂപ, 87 രൂപ വരുന്ന റേറ്റാണ് വരുന്നത്. അതിൻ്റെ ആംബിയർ വരുന്നത് 61 ആംസ് ആണ്. അതായത് നമ്മൾ നോർമൽ ലെവലിൽ ഒരു 3 ഫേസ് ഡി ബിയിൽ നമ്മൾ വെക്കുന്നത് 61 ആംസ് ആണ് വെക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് കൂട്ടി വെക്കണമെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് 100 ആംബിയറൊക്കെ വെക്കേണ്ടത്. ഒരു നോർമൽ ലെവലുള്ള വീടുകളിൽ നമ്മൾ വെക്കേണ്ടത് 63 ആംസ് ആണ് നമ്മൾ വെക്കേണ്ടത്. ഇത് ELCB അല്ലെങ്കിൽ RCCB ആണ്. അതതിൻ്റെ 4 കണക്ഷൻസാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇൻപുട്ട് 3 ഫേസ് ഒരു ന്യൂട്രലും കൂടി വരുന്നുണ്ട്. അതായത് ഇൻപുട്ടിൽ നമ്മൾ 3 ഫേസും ഒരു ന്യൂട്രലുമാണ് നമുക്ക് KCBയിൽ നിന്ന് വരുന്നത്, മീറ്റർ ബോക്സ് വഴി നമുക്ക് കിട്ടുന്നത്. ഇത് കൺട്രോൾ ചെയ്തിട്ടാണ് നമുക്ക് ഡി ബിയുടെ സെലക്ടർ സ്വിച്ചിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതാണ് നമ്മൾ ട്രിപ്പ് ആവുന്ന സ്വിച്ച്. ഇത് മന്ത്ലി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആയിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ നീല ബട്ടൺ കാണുന്നില്ലേ, ആ ബട്ടണാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മന്ത്ലി ടെസ്റ്റ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടാണ് വി ഗാർഡിൻ്റെ ആയതുകൊണ്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഔട്ട്പുട്ട് സെക്ഷനാണ് വരുന്നത്. 3 ഫേസും ഒരു ന്യൂട്രലും വരുന്ന ഔട്ട്പുട്ട് സെക്ഷൻ വരുന്നുണ്ട്. മുകളിലാണ് ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത്. അത് കറക്റ്റായിട്ട് വി ഗാർഡിൽ കറക്റ്റായിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റു ELCBകളൊന്നും കണ്ട് പരിചയമില്ല. എല്ലാറ്റിനും അതുപോലെയുള്ളതൊന്നും ഇൻപുട്ടും ഔട്ട്പുട്ടും കണ്ടിട്ടില്ല. വി ഗാർഡിലാണ് കണ്ട് പരിചയമുള്ളത്. ഇനി നമ്മൾ ഐസൊലേറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. ഐസൊലേറ്റർ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒരു സ്വിച്ച് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും എനിക്ക് തോന്നുന്നു ചില ആളുകൾ ഓൾറെഡി ഐസൊലേറ്റർ മാത്രം വെച്ച് ചെയ്യുന്നുണ്ട്. ഐസൊലേറ്റർ വെച്ചാൽ ട്രിപ്പ് ആവില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഒരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്നു. പണ്ടത്തെ ഒരു മെയിൻ സ്വിച്ചിന് പകരമായിട്ട് മാത്രമേ ഐസൊലേറ്റർ വർക്ക് ചെയ്യുന്നു. ഇത് 63 ആംസാണ് മാക്സിമം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഔട്ട്പുട്ട് വരുന്നത്. അതായത് മാക്സിമം 61 ആംസാണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്, കമ്പനി തന്നെ അവകാശപ്പെടുന്നത്. ഇത് അതുപോലെ തന്നെ 3 ഫേസും വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട, അതായത് ഒറ്റ സ്വിച്ചായിട്ടാണ് വരുന്നത്. 3 ഫേസും ന്യൂട്രും ഒന്നിച്ച് കൺട്രോൾ ചെയ്യുന്നതിന് ഒറ്റ സ്ലീവ് ഇട്ടിട്ടാണ് വരുന്നത്. ഇതും അതുപോലെ തന്നെ 61 ആംസ് ആണ് ഇതിലും ഐസൊലേറ്ററിൽ വരുന്നത്. 60 ഒറ്റ മോഡ്യൂളിൽ തന്നെ ആ 4 കൂടി കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ്, ഒറ്റ സ്വിച്ചിൽ തന്നെ 4 കൂടി കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് മുകളിൽ ഒരൊറ്റ സ്ലീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് 3 ഫേസും ന്യൂട്രുമായിട്ടാണ് നമ്മൾ മീറ്റർ ബോക്സിൽ നിന്ന് വരുന്നത് നേരെ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്, KCB ലൈൻ വരുന്നത്. അതിൽ നിന്ന് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന RCCBയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ആദ്യം ഐസൊലേറ്ററിലാണ് വരുന്നത്, അതിനുശേഷമാണ് ഐസൊലേറ്ററിലേക്ക് വന്നതിന് ശേഷം ELCBയിലേക്ക് വരുന്നത്. ELCBയിൽ നിന്നാണ് നമ്മൾ പറയുന്നത് ഈ സെലക്ടർ സ്വിച്ചിലേക്ക് 3 ഫേസായിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വീട്ടിൽ വെക്കേണ്ട ഒരു എത്ര ആംബിയറിൻ്റെ ഐസൊലേറ്ററാണ് ELCB ആണ് വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഞങ്ങളോട് ഭരണത്തെ പറ്റി ചോദിക്കും. മോശം എന്നാണ് ഉത്തരവെങ്കിൽ